ഞാൻ കണ്ടു. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, സത്യത്തിൽ ഈ മമ്മി ഇങ്ങനെ എപ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നാ കാര്യം ചെയ്താലും നിന്നെ വേദനിപ്പിക്കുന്നു, നിന്നെക്കുറിച്ച് ഒരു നന്മയും പറയുന്നില്ല എന്നൊക്കെ അവളുടെ മുഖത്ത് നോക്കി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവളുടെ കണ്ണ് നിറഞ്ഞു വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, തമ്പുരാനെ, ഇവൾക്ക് എന്തുമാത്രം നന്മകൾ നീ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ക്രൂരവാക്കുകൾ നേറ്റ മുറിവുകൾ സുഖപ്പെടട്ടെ പറഞ്ഞു തീരുകയും കസിനാണ് ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കസിൻ ചെറുക്കൻ അപ്പുറത്തുണ്ട്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. വാവിട്ടങ്ങ് കരയാൻ തുടങ്ങി. ആ കൊച്ചു വാവിട്ടങ്ങ് നിലവിളിച്ചു. എൻ്റെ മുമ്പിലാണെന്നൊന്നും അവൾ ചിന്തിച്ചില്ല, വാവിട്ട് കരഞ്ഞു. അപ്പം അവളുടെ മനസ്സ് മുഴുവൻ മുറിഞ്ഞിരിക്കുക, മനസ്സ് കണ്ടമാനം മുറിഞ്ഞിരിക്കുക. ആരാ പ്രിയമുള്ളവരെ മുറിപ്പെടുത്തിയത്? ആരാ? അമ്മ. കണ്ടോ? നിങ്ങൾ ഈ വാക്ക് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതും ഉള്ളി വെച്ചോണ്ടായിരിക്കുന്നത്. പള്ളിയിലോട്ട് പോവുക, പറവൂരെ ധ്യാനം കഴിയട്ടെ, തിരിച്ചു വന്നിട്ടുണ്ട് ബാക്കി എന്ന് പറഞ്ഞായിരിക്കും പോന്നിരിക്കുന്നത്. ഓർക്കണം, നിങ്ങളുടെ ഉള്ളു മോശമായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ആദരം സംസാരിക്കുന്നു. എവിടുന്ന് ആദരം സംസാരിക്കുന്നത്? ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ആദരം സംസാരിക്കുന്നു. പ്രിയമുള്ളവർ, ഓർത്തോണം, നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മകൾ പുറപ്പെടുന്നത്. ഇത് ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവിന് അകത്തോട്ട് കയറാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് കവിഞ്ഞൊഴുകും പുറത്തേക്ക്. മനസ്സിലായിക്കോ? നമ്മുടെ ഉള്ളിലിരിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലൊന്നും ഒരു ദൈവാനുഭവം ഇല്ലാതെ പോകും. നമ്മൾ ഈ ഓട കണ്ടിട്ടുണ്ടോ? ഓട കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കൈപൊക്കിക്ക്. ഓട അതും കണ്ടിട്ടില്ലേ? ചില ആളുകൾ അതും കണ്ടിട്ടില്ല. ഓട, ഈ ഓടയ്ക്കകത്ത് ചില സ്ഥലങ്ങളിൽ മഴ പെയ്ത് കഴിയുമ്പം വെള്ളം ഇതാ റോഡിൽ കൂടി ഒഴുകും. കണ്ടിട്ടുണ്ടോ? റോഡിൽ കൂടി. എന്തുകൊണ്ടാണ് അങ്ങനെ റോഡിൽ കൂടി ഒഴുകുന്നത്? ഓട ബ്ലോക്കായി. അപ്പോൾ ഓടയ്ക്കകത്ത് നിറഞ്ഞിട്ട് വെള്ളം റോഡിൽ കൂടി ഒഴുകി അതിലേലും പോവുക. ഇതാ ഓടയിലെ വെള്ളം ചെന്ന് പെടേണ്ട സ്ഥലം, ഓടയിൽ കൂടെ വെള്ളം ഒഴുകിയില്ല, എന്നാ പറ്റും? ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കണ്ടത്തിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെയാണ് കൃഷിയൊക്കെ ചെയ്യാനായിട്ടുള്ള സ്ഥലം, ഒരു പറമ്പിൽ. അവിടേക്കാണ് ഇത് വെട്ടിവിട്ടിരിക്കുന്നത് വിചാരിച്ചു. ഓടയിൽ കൂടെ വെള്ളം ചെന്നില്ലെങ്കിൽ അവിടെ എന്നാ പറ്റും? ഉണങ്ങിപ്പോവും. പിന്നെ ഒരു മരം കുഴിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നാ പറ്റും? ഉണങ്ങി നിൽക്കും. 2-3 തെങ്ങ് വെച്ചിട്ടുണ്ട്, കായയുടെ വലിപ്പം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. വെള്ളക്കായുടെ എണ്ണം കുറഞ്ഞു വരും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതാ ജീവിതം വരണ്ടിട്ടുണ്ടോ? നിരാശ, സാമ്പത്തിക ബുദ്ധിമുട്ട്, വീട് പണിതിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, ചെറുക്കൻ ഇതാ ജനിച്ചു വന്നത് മന്ദബുദ്ധി, 2 മാനസികം, ഇതാ പെണ്ണ് ഇപ്പം ചാകും എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇതാ ഭർത്താവും ഭാര്യയും തമ്മിൽ കല്യാണം കഴിച്ചു, 4-ാം പൊക്കം തന്നെ ഡൈവോഴ്സായിപ്പോയി, കാര്യം ഒന്നിച്ചാ ജീവിക്കുന്നത്. പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും പോലെ ഇങ്ങനത്തെ അവസ്ഥയാണോ? ഓർത്തോണം, നിങ്ങളുടെ വീട്ടിലേക്ക് ആരൊഴുകുന്നില്ല? പരിശുദ്ധാത്മാവ് ഒഴുകി പ്രവർത്തിക്കുന്നില്ല. മനസ്സിലാക്കിക്കോട്ടെ. ഇന്ന് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാ. വരുന്നവർക്കൊക്കെ പറയാൻ ഒത്തിരി ലിസ്റ്റ്. ലിസ്റ്റിനകത്ത് എന്നാക്കിയ? കല്യാണം കഴിച്ചിട്ട് 8 വർഷമായി, കൊച്ചുങ്ങളില്ല, പിന്നെ വീട് പണിതു പകുതിയായിട്ട് കിടക്കുക, മക്കളെ വളർത്തി, മക്കൾ ഞങ്ങളെ ഇട്ടേച്ച് പോയി, അച്ചായനും അമ്മയും നോക്കാനാരും ഇല്ല, മകൻ വന്ന് മദ്യപിച്ച് ക്രൂരമായ പെരുമാറ്റങ്ങൾ. എന്തെല്ലാം പറയാനുള്ളത്? ധ്യാനം കൂടുന്ന പലർക്കും പലതും പറയാനുണ്ട്. ഓർത്തോണം, ആര് നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതിൻ്റെ ലക്ഷണം ഇത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവൃത്തി നിർത്തിയതിൻ്റെ ലക്ഷണമാണ് ഒരു ഭൗതിക മേഖലയിലും ആത്മീയ മേഖലയിലും മനസ്സിൻ്റെ തലങ്ങളിലും ഇതാ സന്തോഷവും സമാധാനവും വളർച്ചയില്ലാത്തത്. മനസ്സിലാക്കണം. ഇന്ന് പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതാ. നമ്മുടെയൊക്കെ സഭയിലെ പല കുടുംബങ്ങളുടെ അവസ്ഥ ഇതാ. എന്തുകൊണ്ടാ? പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ജനം പടിയിറങ്ങി പോകുന്നത്? എവിടെ പാട്ടും കൊട്ടും ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് പോകും.
എന്താ അതിൻ്റെ ലക്ഷണം? എന്തിൻ്റെ ലക്ഷണം ഇത്? ഞങ്ങൾ പിതാക്കന്മാർ ഒന്നിച്ചു കൂടുമ്പം എന്നും ചർച്ച ചെയ്താൽ സത്യത്തിൽ പള്ളിയിലെ ആളുകൾ മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എവിടെയെങ്കിലും പാട്ടോ കോട്ടോ പ്രാർത്ഥനയെന്ന് കേട്ടാൽ ഉടനെ പരസ്യം കണ്ടാൽ ഉടനെ ആ പുറകെ അങ്ങ് പോവുക. എന്താ ഇതിൻ്റെ ലക്ഷണം? എന്താ? സമാധാനമില്ല. എന്തില്ല? സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതത്തിൽ നിരാശ, ഒരു സന്തോഷം. പാപം തന്നെ പെരുകുന്നു. പാപം തന്നെ പെരുകുന്ന കാരണം ഇതാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ ആരുടെ നെഞ്ചത്താ കുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഓരോ സ്ഥലത്തും പാപം ചെയ്യപ്പെടുമ്പോഴും പാപം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആരുടെ നെഞ്ചത്ത് പിച്ചാത്തി കയറിക്കൊണ്ടിരിക്കുക? ആരുടെ നെഞ്ചത്ത്? അപ്പൻ്റെ നെഞ്ചത്ത് പിച്ചാത്തി കയറ്റുക. അപ്പൻ്റെ നെഞ്ചിൽ പിച്ചാത്തി കയറ്റുക. നമ്മൾ ഓർത്തോണം. ഓർത്തേ, ആ പിതാവായ ദൈവം നമ്മളെക്കുറിച്ച് ഓർത്ത് എന്തുമാത്രം വേദനിക്കുന്നു. ഓരോ വാക്കും നമ്മളൊക്കെ പറയാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പോലും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും നെഞ്ചിൽ പേറുന്ന മനുഷ്യർ. ബലിക്ക് ദേവാലയത്തിൽ എത്തുമ്പോൾ പോലും പരസ്പരം കണ്ടാൽ മിണ്ടുകയില്ലാത്തവർ, പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തവർ, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടി, മക്കളുമായിട്ട് ബന്ധ തകർച്ച, ചേട്ടാനിയന്മാർ വീട്ടിൽ കയറിയിട്ടും നാളുകളായി, നേരെ കണ്ടാൽ കത്തിക്കുത്തും വെട്ടും. എന്നിട്ട് ഞാൻ വന്ന് വിളിക്കും ദേവാലയത്തിൽ നിന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്തുമാത്രം വേദനയായി ഈ അപ്പന്, എന്തുമാത്രം വേദനയാണ് പ്രിയമുള്ളൊരു ഈ അപ്പന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ വേദനിക്കുന്ന ആത്മാവിന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ എനിക്ക് നടുവേദന തുടങ്ങി, കാലിൻ്റെ മസിലിന് വേദന, കിഡ്നി സ്റ്റോൺ, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ, ഇത്രയും വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ സുഖമായിട്ട് പ്രസംഗിക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. കാരണം എന്താ? വേദനിച്ചാൽ ഒന്നും ചെയ്യാനാവില്ല. ശരീരം മുഴുവൻ വേദനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അതാ പ്രശ്നം. നടുവേദനയുള്ള അമ്മച്ചിയുടെ വീട്ടിലോട്ട് ഒന്ന് നോക്കി, എന്നായിരിക്കും അവസ്ഥ? വീട് നന്നായിട്ട് തൂക്കാൻ പറ്റുകയില്ല. താഴെ കിടക്കുന്ന പത്രം പോലും എടുത്ത് മേളിൽ അടുക്കി വെക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? വേദന. അങ്ങനാണെങ്കിൽ നമ്മളൊക്കെ കൂടെ നമ്മുടെ അപ്പൻ്റെ നെഞ്ചത്ത് എന്നും പിച്ചാത്തിക്ക് വരഞ്ഞുകൊണ്ടിരുന്നാൽ അപ്പൻ എന്തേലും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഓർക്കണം, ഈ ഭൂമി മുഴുവൻ താങ്ങി നിർത്തേണ്ട അപ്പനെ ഇതുപോലെ വേദനിപ്പിക്കാനും മാത്രം അവൻ നമ്മോട് എന്നാ ചെയ്തെന്ന്? നമുക്ക് ജീവൻ നൽകിയതാണോ തെറ്റ്? ആരോഗ്യത്തോടെ നിലനിർത്തുന്നതാണോ തെറ്റ്? ഓരോ നേരവും ഭക്ഷണം നൽകുന്നതാണ്. ഈ സൗന്ദര്യത്തോടെ പിടിച്ചു നിർത്തിയതാണ്. എന്താ അപ്പൻ നിങ്ങളോട് ചെയ്ത തെറ്റ്? എന്താ അപ്പൻ നിങ്ങളോട് ചെയ്തിട്ടാ നാമൊക്കെ നമ്മുടെ വാക്കും പ്രവൃത്തിയും വഴി അവനെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പീഡിപ്പിക്കുന്നത്? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? നമുക്കൊന്ന് തമ്പുരാനോട് മാപ്പി ചോദിക്കും ഈ പ്രഭാതത്തിൽ തന്നെ. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ ഇടവകയ്ക്ക് മുഴുവൻ വേണ്ടി. ഇടവകയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ സഭയിലെ ഓരോ മകനും മകൾക്കും വേണ്ടി. ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ ഭൂമിയിലെ മനുഷ്യജന്മമെടുത്ത ഓരോ വ്യക്തിയും അപ്പൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലേ. തമ്പുരാൻ പറഞ്ഞു, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമുക്കവരെ സൃഷ്ടിക്കാം. അപ്പൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞപ്പെട്ട ഓരോ മകനും മകളും വാക്കും പ്രവൃത്തിയും വഴി ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പാപങ്ങൾ മൂലവും നെഞ്ചുമുറിഞ്ഞ ഒരപ്പനുണ്ട് മേളിൽ. ആ അപ്പനെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. യേശു ഈ ഭൂമി വന്നപ്പോൾ മുഴുവൻ അപ്പനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ പിതാവ് അയച്ചിട്ട് വരിക, എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തമ്പുരാനോട് ഇന്ന് മാപ്പ് ചോദിക്കാം. ചെയ്ത വാക്കും പ്രവൃത്തികളുമൊക്കെ അപ്പനെ കണ്ടമാനം വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന എത്രയോ പേരുടെ വൈരാഗ്യം, എത്രയോ പേരുടെ വെറുപ്പ്, എത്രയോ ദുരനുഭവങ്ങളാണ് നമുക്കുള്ളത്.
ദുഃഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി നമ്മെ ഒത്തിരി മലിനമാക്കിയിരിക്കുക. നമുക്കിന്ന് മാപ്പി ചോദിക്കാം. അപ്പാ, ഞങ്ങളൊക്കെ ചെയ്ത ഒത്തിരി പാപങ്ങൾ അപ്പനെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടല്ലേ. മാപ്പി ചോദിക്കാൻ പ്രിയമുള്ളവരെ, കണ്ണുകളടച്ച് ഹൃദയം കർത്താവിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, ഈ ദേവാലയത്തിലേക്ക് നീ എന്നെ പറഞ്ഞയച്ചല്ലോ. അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ മുറിഞ്ഞ മനസ്സുമായി കുറേ ദൈവമക്കൾ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തെറ്റുപറ്റി. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഉപേക്ഷയിലുമൊക്കെ. ഇപ്പോൾ അവരൊക്കെ ജീവിതത്തെ തിരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഈ ദേവാലയത്തിൽ കടന്നു വന്നത്. അങ്ങയെ കേൾക്കാൻ, അങ്ങയെ അറിയാൻ, അങ്ങയെ അനുഭവിക്കാൻ, അങ്ങയെ തൊടാൻ, അങ്ങയെ ആശ്വസിപ്പിക്കാൻ, അങ്ങയുടെ പാദം ചുംബിച്ച് മാപ്പ് ചോദിക്കാൻ. അപ്പാ പിതാവേ, ഈ ഭൂമിയിലുള്ള മുഴുവൻ മക്കളുടെയും പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കട്ടെ. ഈ ദേവാലയത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ പാപങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കട്ടെ. പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മുമ്പിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാനും കൽപ്പിച്ചില്ലേ? ഈ ജനത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഞങ്ങളും വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പ്രിയ ദൈവമക്കളെ, തിരുത്താൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ഒരുപക്ഷെ ഇന്ന് നിനക്ക് എല്ലാമുണ്ട്, നാളെ നിനക്ക് എന്തുണ്ടാവുമെന്നൊന്നും ഗ്യാരണ്ടിയില്ല. ജീവൻ പോലും ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസമുള്ളിടത്തോളം കാലം മരുഭൂമിയിലെ പരീക്ഷണകാലത്തെന്നതുപോലെ ഹൃദയം കഠിനമാക്കാതെ പരസ്പരം ഉപദേശിക്കാം, ആശ്വസിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഈ ഗാനം ഒന്ന് പാടാം ഉച്ചത്തിൽ. കരുണ തോന്നണേ കർത്താവേ, ഞങ്ങളെല്ലാം മാപ്പി ചോദിക്കുന്നു. അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. എളിമപ്പെടലിന്റെ അടയാളമായിട്ട് നമുക്കൊന്ന് മുട്ടുകുത്താം. ആരോഗ്യം അനുവദിക്കുന്നവര് കരുണ തോന്നണേ അപ്പൻ ഇറങ്ങി വരുന്ന ബലിപീഠം, അപ്പന്റെ കാൽപാദം പതിയുന്ന സ്ഥലം, അതാണ് ഈ ബലിപീഠം. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള മ്ലേച്ഛ വാക്കുകൾ പ്രാർത്ഥിക്കുക, മാപ്പി ചോദിക്കുക. യേശുവേ, ഈ ദേവാലയത്തെയും ഇടവകയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു. കെട്ടടിയട്ടെ, പാപങ്ങൾ കഴുകപ്പെടട്ടെ, പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ, രോഗികൾ സുഖപ്പെടട്ടെ. കരുണ തോന്നണേ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ,
പൂർവ പാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ പാപവും, രോഗവും മാതാപിതാക്കന്മാർ ചെയ്ത പാപങ്ങൾ, ദുരിതവും നാൾക്കുനാൾ വളരും. വീട്ടിൽ നിന്ന് രോഗങ്ങൾ വിട്ടുമാറുന്നില്ല.